ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വീണ്ടും നിങ്ങളോടൊപ്പം ദൈവചനവുമായിരിക്കുമെന്ന് കൊണ്ട് ദൈവം അനുവദിച്ച നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന അനുഭവങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിലാണ്. അപ്പോൾ അബ്രഹാമിനോട് ദൈവം പരിച്ഛേദനയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. നീ നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും പരിച്ഛേദന ഏൽക്കണം എന്ന് പറയുന്നൊരു അനുഭവമുണ്ട്. പക്ഷേ റോമാലേഖനത്തിലേക്ക് നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് വ്യക്തമാക്കി തരുന്നു, ഒരിക്കലും ദൈവികമായ നീതീകരണം പരിച്ഛേദനയ്ക്ക് ശേഷമല്ല, പരിച്ഛേദനയ്ക്ക് മുൻപാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് തെളിയിക്കുവാനിടയായി തീർന്നു. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദയവ് ചെയ്ത് ഇതിന് മുന്നിലുള്ളതായ എപ്പിസോഡ് കാണണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഇന്ന് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലൂടെ വീണ്ടും പൗലോസ് ഗലാത്യ സഭയ്ക്ക്, അതൊരു യവനായ ചർച്ചാണ്, അല്ലെങ്കിൽ യഹൂദ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കൂട്ടരല്ല, മറ്റ് ജാതികളുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റ് മതക്കാരുടെ ഇടയിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ച്, യേശുവിൻ്റെ വിശ്വാസത്തെ സ്വീകരിച്ച് കടന്നു വന്നവരോടാണ് എഴുതിയിരിക്കുന്നതായ അനുഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം ഗലാത്യ ലേഖനം 3-ാം അധ്യായം ചില വർഷങ്ങളായി യേശുവിനെ അറിഞ്ഞ് സഭയിലും കൂട്ടായ്മയും മറ്റു കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നതായ ചില വ്യക്തികളെ അഭിസംബോധന ചെയ്ത് പറയുന്നു. പ്രത്യേകിച്ച് വലിയൊരു തർക്കത്തിൻ്റെ അനുഭവങ്ങളാണ് 2-ാം അധ്യായത്തിൽ കാണുന്നത്. അതിനുശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ പരിച്ഛേദന വീണ്ടും ഏൽക്കുവാൻ പോകുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് വലിയ മണ്ടത്തരമാണ്. മണ്ടത്തരമെന്ന് മാത്രമല്ല, നിങ്ങൾ ഒരിക്കലും പിന്നെ നിങ്ങൾ കൃപയിൽ നിന്ന് വീണ്ടും പോയി എന്ന് പറയുന്നൊരു അനുഭവത്തിലേക്ക് വരെ പൗലോസ് എത്തിച്ചേരുകയാണ് ഈ വചനങ്ങളിലൂടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങളിലൂടെ കടന്നു പോകാം. ഈ അധ്യായത്തിൽ എങ്ങനെയാണ് പൗലോസ് ദൈവിക നീതീകരണവും ദൈവിക അനുഗ്രഹവും പരിച്ഛേദന ഏൽക്കാത്തതായ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുവാൻ, അല്ലെങ്കിൽ തെളിയിച്ചു തരുവാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൽ 1 മുതലായ വാക്യങ്ങൾ പ്രകാരം വായിക്കുന്നു. ബുദ്ധിഹീനരായ ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് വശീകരിച്ചതാർ. ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിന്റെ കേൾവിയാലോ? നിങ്ങൾ ഇത്ര ബുദ്ധിഹീനരായോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടാണോ പൂർണ്ണമാക്കുന്നത്? ഇത്രയെല്ലാം നിങ്ങൾ കഷ്ടത സഹിച്ചത് വെറുതെയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ അതോ വിശ്വാസത്തിന്റെ കേൾവിയാലാണോ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്ന അനുഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഗലാത്യരെ വിളിക്കുന്നൊരു അനുഭവം, ബുദ്ധിഹീനരായ ഗലാത്യർ. നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം ഡീപ്പായിട്ട് സംസാരിക്കുന്നത്. പക്ഷേ കേൾക്കാത്തവർക്ക് വേണ്ടി കൂടെ പറയാം. ഇവിടെ ഗലാത്യരെ സംബന്ധിച്ച് അവർ മറ്റൊരു സുവിശേഷം കേൾക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കേൾവിയാലുള്ള ആ ഗുഡ് ന്യൂസ് ഉള്ള ആ സുവിശേഷത്താലുള്ള രക്ഷ മാത്രം പോരാ, നിങ്ങൾ ആ രക്ഷയ്ക്ക് ശേഷം നിങ്ങൾ പരിച്ഛേദനയോടെ ഏറ്റ് യഹൂദ മതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അനുഭവിക്കണം. ആ കൽപ്പനകൾ കൂടെ, ന്യായപ്രമാണം കൂടെ നിങ്ങൾ പരിപാലിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ രക്ഷയെ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്ന ഒരു ഉപദേശം അവരുടെ ഇടയിലേക്ക് പരിച്ഛേദനക്കാരെന്ന് പറയുന്ന ഒരു കൂട്ടം അവരുടെ ഇടയിൽ കൊണ്ടുവന്നപ്പോൾ പൗലോസ് അതിനെ അവരുടെ ലോജിക്കിനനുസരിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം കൂടെയാണത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ആണ് ഇവിടെ പറയുന്നത്, ബുദ്ധിഹീനരായ ഗലാത്യരെ, യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായ നിങ്ങളുടെ കൺമുൻപിൽ വരച്ചു കാട്ടിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് വശീകരിച്ചതാര് എന്ന് ചോദിക്കുന്ന അനുഭവം. കാരണം യേശുക്രിസ്തുവിലൂടെ അവൻ നമുക്ക് വേണ്ടതെല്ലാം ദൈവം പൂർത്തീകരിക്കുവാനിടയായി തീർന്നു. സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞാണ് യേശു തൻ്റെ പ്രാണനെ പിതാവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിലൂടെ പൂർണ്ണതയോടെ ലഭിച്ചതായ നീതീകരണവും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം ഇനിയും വില കൊടുത്ത് നമ്മൾ വാങ്ങണം എന്ന് ചിന്തിക്കുന്നതായ ചിന്താഗതിയാണ് ഇവിടെ പറയുന്നത്, ബുദ്ധിഹീനരായ ഗലാത്യരെ എന്ന് പറയുന്നത്. ആമേൻ. ഇവിടെ നോക്കുക, ഇവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറയുന്നതിനിടയായി നമ്മൾ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന അനുഭവം. ഈ കാലയളവിൽ നമുക്കുണ്ടാകുന്നതായ അടയാളം എന്താണ്?
പഴയ നിയമത്തിൽ അപ്പോൾ അബ്രഹാമിന് വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് അടയാളമായി ദൈവവുമായ ഉടമ്പടിയിൽ അവനെ കൊടുത്തതായ ഒരു അടയാളമാണ് എന്ത് പരിച്ഛേദന എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ അവൻ ഗലാത്യലേഖനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചു വന്നത് പ്രകാരമാണ് പരിശുദ്ധാത്മാവ് എന്ന അടയാളമാണ് അല്ലെങ്കിൽ മുദ്രയാണ് എന്ത് പുതിയ നിയമത്തിലെ അവൻ അടയാളമായി ദൈവം തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അവിടെയും ഇവിടെ അതിനെക്കുറിച്ചും പറയുകയാണ്. ഇനി ഈവൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആ പരിശുദ്ധാത്മാവ് നിങ്ങൾ ലഭിച്ചത് എന്തെങ്കിലും കർമ്മമാർഗത്തിലാണോ, അതോ ന്യായപ്രമാണം നിങ്ങൾ അനുസരിച്ചത് കൊണ്ടാണോ, അതോ പരിച്ഛേദന ഏറ്റത് കൊണ്ടാണോ, അല്ല നിങ്ങൾ എന്തെങ്കിലും കർമ്മപ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണോ? എങ്ങനെയാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്? ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ടാകാം, പക്ഷെ അതൊന്നുമല്ല കാരണമായിരിക്കുന്നത്. വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വചനത്തിന് കേൾവിയാലാണ് നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരിക്കുന്നത്. ആമേൻ. നിങ്ങൾ ഇത്ര ബുദ്ധിഹീനരോ? ആത്മാവിൽ കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടാണോ പൂർണ്ണമാക്കുന്നത് എന്ന് പറയുന്നതിന് അനുഭവം നോക്കുക. അന്ന് വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ യഹൂദ മതക്കാർക്ക്, അല്ലെങ്കിൽ ആ ഒരു കൂട്ടർക്ക് ലഭിക്കാത്തത് അത്രയും ഒരു ആനന്ദവും സന്തോഷവും ഈ ഈ ഈ ഈ അന്യമതത്തിൽ നിന്ന്, അല്ലെങ്കിൽ അന്യ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റ് ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വന്നതായ ആ വ്യക്തികൾക്കുണ്ടായിരുന്നു. കാരണം സർവശക്തനായ ദൈവം നമ്മളെയും കൂടെ അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നുവല്ലോ എന്നൊരു സന്തോഷം അവരുടെ ജീവിതത്തിലുണ്ടായി. പക്ഷേ അവൻ ഇപ്പോൾ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ അതെല്ലാം അനുഭവിച്ച് സന്തോഷമായി തൃപ്തരായിരുന്നിട്ട് ഇനിയും ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് ചിന്തിക്കുന്നതായ ആ കൂട്ടരോടൊപ്പം പോയി അവൻ നിങ്ങളുടെ ജഡത്തിൻ്റെ പ്രവൃത്തിയാൽ, ഞാൻ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് മാത്രം പോരാ, അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തിയിലുള്ള വിശ്വാസം മാത്രം പോരാ, യേശുക്രിസ്തു കാൽവറിയിൽ എനിക്ക് വേണ്ടി സകലതും ജീവനും ഭക്തിക്കും ആവശ്യമായിരിക്കുന്ന എല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ ഈ മരുഭൂ പ്രയാണത്തിലൂടെ കൊണ്ടുപോയി എന്നെ നിത്യജീവനിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ വരും കാലങ്ങളിൽ സ്വർഗത്തിൽ എന്നെ എത്തിക്കും എന്നുള്ള ആ വിശ്വാസം കൈവിട്ടിട്ട് അതൊന്നും പോരാ, ഞാൻ എന്തൊക്കെയോ ശരീരത്തിലും മനസ്സിലും, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടിലൊക്കെ ചെയ്ത് തീർക്കണം, ആ ചെയ്ത് തീർക്കുന്നതിലൂടെ ഞാനൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചിലത് ചെയ്താൽ മാത്രമേ എനിക്ക് അത് നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ, ദൈവം ഓൾറെഡി തന്നത് എന്ന് ചിന്തിക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ പോകുന്നുവെങ്കിൽ, ആ ബുദ്ധിഹീനരായ ഗലാത്യരെ, നിങ്ങൾ ഇപ്പോൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടാണോ പൂർണ്ണമാക്കുവാൻ ശ്രമിക്കുന്നത്? ഒരിക്കലും ആത്മാവ് കൊണ്ട് ആരംഭിച്ചത് ജഡത്തിൽ പൂർണ്ണമാക്കുവാൻ കഴിയുകയില്ല. ജഡം കൊണ്ട് പൂർണ്ണമാക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് പൂർണ്ണമാക്കുവാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും നമ്മൾ വിശ്വാസയാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസയാത്ര വേണം നമ്മുടെ അവസാന കാലഘട്ടം വരെ നമ്മൾ കൊണ്ടുപോകുവാൻ. ഇടയ്ക്ക് വെച്ചിട്ട് സാഹചര്യങ്ങൾ അത് വന്നു, അവരിത് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കൂടുന്ന ചർച്ച ഇങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെയാണ് പലരുടെ ഉപദേശം വരുന്നത്, ഈ ഡിനോമിനേഷൻ ഇങ്ങനെ പറയുന്നത്, ഈ ഡിനോമിനേഷൻ ഇങ്ങനെ പറയുന്നത്, അവരിങ്ങനെ പറയുന്നത് എന്നെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ കാരണമായി തീർന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കുവാൻ കാരണമായി തീർന്ന ആ ബേസിക് ആയിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്ന വിശ്വാസത്താലുള്ള നീതീകരണത്തെ നിങ്ങൾ മറുതലിച്ച് കളയരുത് എന്നാണ് ഗലാത്യ സഭയോട് നിങ്ങൾ ഇവിടെ എടുത്തു പറയുന്നത്. നമ്മളോടും അത് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ പറയുന്നത്. ഇത്രയെല്ലാം നിങ്ങൾ കഷ്ടത സഹിച്ചത് വെറുതെ ആയോ എന്ന് ചോദിക്കുന്ന അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, അവർ ഈ കഴിഞ്ഞ നാളുകൾ വിശ്വാസ ജീവിതത്തിൽ ഇത്രയും വർഷത്തോളം അവർ കടന്നു വന്ന ഈ ലേഖനം എഴുതുന്ന സമയത്ത് അവർ വിശ്വാസത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും പരിശുദ്ധാത്മാവിനുള്ള നിറച്ചിലും അതുപോലെ തന്നെ അനുഭവങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടായതാണ്. അവർ പല സാഹചര്യങ്ങൾ വിശ്വാസത്തിൽ നിലനിന്നവരാണ്. വിശ്വാസത്താൽ പർവ്വതങ്ങളെ, അല്ലെങ്കിൽ തിരമാലകളെ മറികടന്നവരാണ് വ്യക്തിപരമായ ജീവിതത്തിൽ. ഇപ്പോൾ അവരെന്തൊക്കെയോ ചെയ്ത ശേഷം അവർ യേശു സൗജന്യമായി കാൽവറിയിൽ വെച്ച് തികച്ചത്
പ്രാപിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് ബുദ്ധിഹീനതയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഇത്രത്തോളം കഷ്ടത സഹിച്ചത് വെറുതെയായോ എന്ന് വെച്ചാൽ, അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആ പടവിലേക്ക് ആ അനുഭവത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആഞ്ഞടിക്കാറുണ്ട് അല്ലേ. സാമ്പത്തികമായ ഞെരുക്കങ്ങളായിരുന്നാലും രോഗമായിരുന്നാലും പ്രതികൂലങ്ങളായിരുന്നാലും അല്ല വിശ്വാസ അല്ലെങ്കിൽ സുവിശേഷത്തെക്കുറിച്ചുള്ള എതിർപ്പുകളായിരുന്നാലും അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആഞ്ഞടിക്കാറുണ്ട്. ഇവിടെയെല്ലാം അവരെവിടെയും മുട്ടുകൾ മടക്കിയിട്ടില്ല. എൻ്റെ ദൈവം ഇന്നലെയും നല്ലവനായിരുന്നു, ഇന്നും നല്ലവനാണ്, നാളെയും എനിക്ക് നല്ലവനാണ്. ഇന്ന് ഞാൻ ഈ കടന്നു പോകുന്ന വിഷയങ്ങളിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ മറികടത്തുവാൻ ശക്തനാണെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്നതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്, നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 43 അധ്യായം, നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദിയിൽ കൂടെ കിടക്കുമ്പോൾ അവ നിന്റെ മേൽ കവിയുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, എന്ന് പറയുന്നത്, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, തീ നിന്നെ തീയിൽ നീ വെന്തു പോകുകയില്ല എന്ന് പറയുന്നതിന് അനുഭവം നോക്കുക. അവിടെ ആ ഒരു കോൺഫിഡൻസിലാണ് ആ യെശയ്യാവ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു കോൺഫിഡൻസിൽ വേണം മുന്നോട്ട് പോകുവാൻ എന്ന് പറയുന്നതിന് അനുഭവം. സങ്കീർത്തനക്കാരൻ പറയുന്നത് എങ്ങനെയാണ്? 37 അധ്യായത്തിൽ അല്ലെങ്കിൽ 18 അധ്യായത്തിൽ, നിന്നാൽ ഞാൻ പടക്കൂടത്തിന് നേരെ പാഞ്ഞെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ആ കോൺഫിഡൻസ് എന്താണ്? ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം പൂർത്തീകരിച്ച് എനിക്ക് തന്നിരിക്കുന്നു എന്ന് പറയുന്ന ആ വിശ്വാസം. ദാവീദിനെ ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പ്രാപ്തനാക്കിയത് എന്താണ്? ആ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് പോലെ ഇവരുടെ ഓരോ സാഹചര്യത്തിലും ഇപ്പോൾ ഒരു രോഗം വരുവാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള ആ വിശ്വാസത്താലാണ് അവർ രോഗങ്ങളെ മറികടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കങ്ങൾ വന്നു വരുവാണെങ്കിൽ ജീവനും ഭക്തിക്കും ആവശ്യമായിരിക്കുന്ന ദൈവം എനിക്ക് കരുതിയിട്ടുണ്ടെന്നാണ് എനിക്ക് തന്നിരിക്കുന്ന അവകാശം. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവമാണ് എൻ്റെ സ്രോതസ്. അതുകൊണ്ട് ഞാൻ ഈ സാമ്പത്തിക മേഖലകളെ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ മറികടന്ന് ഒരു നല്ല അനുഭവത്തിലേക്ക് എത്തും. അതുപോലെ തന്നെ മറ്റ് കുടുംബജീവിതത്തിലെ മറ്റ് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, സഭയിലുള്ളതായ ചർച്ചകളും മറ്റു കാര്യങ്ങളും വരുമ്പോൾ എപ്പോഴും എവിടെയും യേശുക്രിസ്തു ചെയ്തതായ ആ പ്രവൃത്തിയെ, ആ പൂർണ്ണതയുള്ള പ്രവൃത്തിയെ കണ്ടറിഞ്ഞ് അതിനുവേണ്ടി നിന്നതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളിലൂടെ അവർ താൽക്കാലികമായെങ്കിലും കടന്നുപോയതായ അനുഭവങ്ങളുണ്ട് എന്നാണ് പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. ഇതൊക്കെ ഇത്രയും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതൊക്കെ വെറുതെയായി പോയോ? ഇംഗ്ലീഷ് ബൈബിൾ പ്രകാരം യുവർ എക്സ്പീരിയൻസ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്, നിങ്ങൾ ഇത്രകാലം വിശ്വാസത്തിന് വേണ്ടി നിന്നതൊക്കെ വ്യർത്ഥമായി പോയോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ വെറുതെ ആയെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ അതോ വിശ്വാസത്തിന്റെ കേൾവിയാലാണോ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്ന അനുഭവമുണ്ട്. എന്താണ് ഈ അത്ഭുതങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്ന് നിങ്ങൾ പറയുന്നു. ഇപ്പോഴത്തെ സഭയിൽ പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നും വിശ്വസിക്കാറില്ല, അല്ലെങ്കിൽ രോഗസൗഖ്യം വിശ്വസിക്കാറില്ല, അവരെ സാമ്പത്തികമായ വിടുതലുകളൊന്നും അവർ വിശ്വസിക്കാറില്ല. ഇപ്പോഴത്തെ പല ഡിനോമിനേഷൻ, അല്ലെങ്കിൽ ഡിനോമിനേഷൻ എന്ന് പറയേണ്ട, പലരുടെയും കൂട്ടത്തിൽ പല സഭകളിലും ഇൻഡിവിജ്വലായി അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളിലൂടെയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനൊക്കെ പ്രവർത്തിച്ചതായ പരിശുദ്ധാത്മാവിനെ നൽകിയതായ ദൈവം ആ നൽകിയതും ആ പ്രവർത്തിച്ചതുമൊക്കെ നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തതുകൊണ്ടാണോ അതോ ദൈവത്തിൻ്റെ വചനം, നിർമ്മലമായ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കുകയും അത് നിങ്ങളിലൂടെ മറ്റുള്ളവരുടെ ഹൃദയത്തിലൂടെ കടക്കുകയും അവരത് വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലീവിങ് എന്ന് പറഞ്ഞ വാക്കാണ് ഇവിടെ ഉള്ളത്. ആ പ്രവൃത്തി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയിലൂടെയാണോ നിങ്ങൾക്ക് വിടുതൽ ലഭിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പം തീർച്ചയായും അത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ അവർ കുറെ കാലം അത് ചെയ്തതുകൊണ്ട് ഇത് ചെയ്തതുകൊണ്ടല്ല. വളരെ വളരെ സിമ്പിളായി, അല്ലെങ്കിൽ ഇവിടെ പ്രത്യേകമായി എഴുതിയിരിക്കുന്നത് പോലെ ന്യായപ്രമാണം നിങ്ങൾ ഈ 614 കൽപ്പനകളും നിങ്ങൾ അനുസരിച്ചതുകൊണ്ടല്ല നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുവാനിടയായി തീർന്നത്. നിങ്ങൾ കേട്ടതായ അല്പമായുള്ളതായ ദൈവത്തിൻ്റെ സുവിശേഷം, ആ സൽവാർത്ത, ഗുഡ് ന്യൂസ് നിങ്ങൾ കേട്ട്, നിങ്ങളത് അറിഞ്ഞ്, നിങ്ങളത് വിശ്വസിക്കുവാൻ തയ്യാറായപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ബിലീവ് ചെയ്യുവാൻ തയ്യാറായപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ആ വിടുതലുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുവാനിടയായി തീർന്നു. മാത്രമല്ല നിങ്ങളിലൂടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുമെന്നൊക്കെ വേണം
ഇടയായിത്തീർന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ചെയ്തത് നിങ്ങൾ ഓർക്കാത്തത് എന്ത് എന്നാണ് അവൻ ചോദിക്കുന്നത്. 6-ാം വാക്യം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടപ്പെട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ ആരാണോ അവരാണ് അബ്രഹാമിൻ്റെ മക്കൾ എന്ന് എന്ന് അറിവിൻ. ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് മുൻകൂട്ടി കണ്ടിട്ട് ഇതിനാൽ സകല ജാതികളും ജനതകളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിന് മുൻകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറയുന്നതായ അനുഭവമാണ് അടുത്ത ഭാഗത്തുള്ളത്. അപ്പോൾ നോക്കുക, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടപ്പെട്ടു എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ദൈവം ചെയ്ത വാഗ്ദത്തം നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. അതെന്തായി? അതവന് നീതിയായി കണക്കിട്ടപ്പെട്ടു. അതുകൊണ്ട് വിശ്വാസികൾ ആരാണോ, അല്ലെങ്കിൽ വിശ്വാസികൾ ആരാണോ നമ്മൾ ഓരോരുത്തരുമാണ് അല്ലേ. അപ്പം എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? യേശു ക്രിസ്തുവിലൂടെ സകലത, അതാണ് മുകളിൽ എഴുതിയത്. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങൾക്ക് നീതീകരണത്തിന് ആവശ്യമായിരിക്കുന്നത്, നിങ്ങളുടെ പാപപരിഹാരത്തിന് ആവശ്യമായിരിക്കുന്നത്, നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത്, ജീവനും ഭക്തിക്കും ആയിരിക്കുന്നത് സ്വർഗരാജ്യം വരെ നിങ്ങൾ എത്താൻ തക്കവണ്ണം നിങ്ങൾക്ക് എന്തെല്ലാം ഈ ലോകത്തിൽ ആവശ്യമാണോ അതെല്ലാം നിവർത്തിച്ചവനായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി വരച്ചു കാട്ടിയിരിക്കെ അതിൽ വിശ്വസിക്കുന്നവരായ നമ്മൾ ഓരോരുത്തരുമാണ് ഈ വാഗ്ദത്തങ്ങൾക്ക്, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് പറയുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ യോഗ്യരായിത്തീരുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ ആരാണോ അവരാണ് അബ്രഹാമിൻ്റെ മക്കൾ എന്നറിവിൽ. ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്ന തിരുവെഴുത്ത് കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു, ഒരു പ്രവചനം എന്ന പോലെ. അടുത്ത വാക്യം പറയുന്നു, അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അബ്രഹാമിന് ആ വിശ്വാസം, ദൈവത്തിൽ വിശ്വാസം ഉണ്ടായത്, അതേ വിശ്വാസം നമുക്കും എന്തിലുണ്ട്? ക്രിസ്തുവിലുണ്ട്, അല്ലെങ്കിൽ അവൻ തികച്ചതായ പ്രവൃത്തിയിൽ നമുക്കുണ്ട് എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ന്യായപ്രമാണത്തിന് 10-ാം വാക്യം, എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴിലാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നോക്കുക, ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നോക്കുക, ഒരു കൽപ്പന നമ്മൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ ന്യായപ്രമാണവും അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നതാണ് തിരുവെഴുത്ത് പറയുന്നത്. യാക്കോബിന്റെ ലേഖനമാണ് എഴുതിയിരിക്കുന്നത്. നോക്കുക, എന്ന് വെച്ചാൽ ഒരു കൽപ്പന നമ്മൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നത് പരിച്ഛേദന എന്ന് പറഞ്ഞ അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ പരിച്ഛേദന നിങ്ങൾ ഏൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിലെ 614 കൽപ്പനകളൊന്നും അനുസരിക്കുവാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മളുടേതായ അനുഭവം നോക്കുക. ഇന്ന് നമ്മൾ ഈ പറഞ്ഞ കൽപ്പനകളിൽ ഏതെങ്കിലും ഒരു തലത്തിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? ദൈവം തന്നതായ യേശു ക്രിസ്തു സൗജന്യമായി നൽകിയതായ അവൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നതായ നീതീകരണം കൂടാതെ നമ്മുടേതായ പ്രവൃത്തിയിലൂടെ നമ്മൾ സൈഡ് വഴിയായി വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ആത്മപ്രശംസയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ ഇന്നത് ചെയ്തതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കൂടുതൽ പ്രശംസ ലഭിക്കും, സ്ഥാനം ലഭിക്കുമെന്ന് ചിന്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതാണ് പറയുന്നത്, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങളെല്ലാം ഒരു സ്റ്റെപ്പ് വെക്കുന്നതോടുകൂടെ നിങ്ങൾ ശാപത്തിൻ്റെ കീഴിലേക്ക് വീണ്ടും തകർന്നു പോവുകയാണ്, അല്ലെങ്കിൽ അടിമപ്പെട്ടു പോവുകയാണ്. നിങ്ങൾ ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന്, അല്ലെങ്കിൽ കൃപയിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൽ നിലനിൽക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ശപിക്കപ്പെടുന്നവനാകുന്നതെന്ന് അറിയാമോ? അങ്ങനെ 614 കൽപ്പനയും പൂരിപ്പിക്കുവാൻ കഴിഞ്ഞ ഒരു മനുഷ്യനുമില്ല. അങ്ങനെ പൂരിപ്പിക്കുവാൻ കഴിഞ്ഞ ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. നമുക്ക് ആർക്കും അത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. പഴയ നിയമത്തിലെ ഒരു നേതാക്കന്മാർക്കും, ഒരു ദൈവമക്കൾക്കും, ഒരു ദാസന്മാർക്കും, ഒരു വ്യക്തിക്ക് പോലും അത് നിവർത്തിക്കുവാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ശാപത്തിൻ്റെ കീഴിലേക്ക് അവരും മാറിയത്, നമ്മളും അതനുസരിക്കുവാണെങ്കിൽ നമ്മളും മാറുന്നത് എന്നാണ് ഇവിടെ ഗലാത്യലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ
ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടമാകുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുണ്ടല്ലോ. നോക്കുക, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നതാണ് ദൈവികമായിരിക്കുന്ന കൽപ്പന, അല്ലെങ്കിൽ ദൈവികമായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു 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 അനു ഒരു ഒരു യോഗ്യത എന്ന് പറയുന്നത്. നോക്കുക, ഈ ഹബക്കൂക്കിന്റെ ലേഖനം 2-ാം അധ്യായത്തിലാണ് ആ വാഗ്ദത്തം എഴുതിയിരിക്കുന്നത്. നിന്റെ വാഗ്ദത്തങ്ങൾ നീ തെളിവായിട്ട് എഴുതുക എന്ന് പറഞ്ഞതിന് ശേഷം അവൻ അവിടെ പ്രവാചകനോട് പറയുകയാണ്, അങ്ങനെ നീതിമാൻ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന അനുഭവം. നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, ഫെയ്ത്തിനാലാണ്. നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നതും, അല്ലെങ്കിൽ ഇന്നും നമ്മൾ നടക്കേണ്ടതും, ഇന്ന് നമ്മൾ ആയിരിക്കുന്നതും, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അതും നമ്മുടെ വിശ്വാസത്താലാണ്. ഇനി നമ്മൾ ജീവിക്കേണ്ടതും, ഭാവിയിൽ ജീവിക്കേണ്ടതും എങ്ങനെയാണ്? വിശ്വാസത്തിലാണ്. ഇന്ന് നമ്മൾ ചെറുപ്പക്കാരാണ്. ഇന്നലകൾ നമ്മൾ ഇതിലേറെ ചെറുപ്പക്കാരായിരുന്നു. ഇനി നമ്മൾ പ്രായമുള്ളവരായി മാറും. ആ സമയത്തും എന്തിനാലാണ് നമ്മൾ ജീവിക്കേണ്ടത്? നമ്മുടെ പ്രവൃത്തിയാലാണ് നമ്മൾ ജീവിക്കേണ്ടത്, അതോ നമ്മുടെ കർമ്മമാർഗങ്ങളാണ് ജീവിക്കേണ്ടത്? അല്ല, വിശ്വാസത്താൽ. നമ്മൾ അന്നും വിശ്വാസത്താൽ ജീവിച്ചു, ഇന്നും വിശ്വാസത്താൽ ജീവിക്കുന്നു, നാളെയും വിശ്വാസത്താൽ ജീവിക്കും എന്നതാണ്. അങ്ങനെ ജീവിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ആത്മപ്രശംസ പറയുവാൻ ഒന്നുമില്ല. ദൈവമേ, നീ നൽകിയതായ നീതീകരണമല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്നതാണ് പൗലോസ് പറയുന്നത്. ഇവിടെ എടുത്തു പറയുന്ന കാര്യം, യേശുവേ, നീ നൽകിയ നീതീകരണമാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പങ്ക്. അതുകൊണ്ട് തന്നെ അവൻ എനിക്ക് എല്ലാത്തിനും യോഗ്യനുമായി മാറി, ഞാൻ എല്ലാത്തിനും യോഗ്യനുമായി മാറി, ഞാൻ എല്ലാ അനുഗ്രഹങ്ങൾക്കും യോഗ്യനായി മാറി എന്നതാണ് മറ്റൊരു വശം അതിൻ്റെ. കാരണം യേശുവിൻ്റെ നീതീകരണം എന്ന് വെച്ചാൽ പൂർണ്ണതയുള്ള നീതീകരണമാണ്. ആ നീതീകരണം നമുക്ക് ലഭിച്ചതോടുകൂടെ നമുക്ക് എന്ത് ചെയ്തു? ആ നീതീകരണത്തിലൂടെ നമുക്ക് എല്ലാ അനുഗ്രഹത്തിൻ്റെയും എല്ലാ ആശീർവാദത്തിനും നമ്മൾ യോഗ്യരായി തീർന്നു. ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ നമ്മൾ യോഗ്യരായി തീർന്നു. പിശാചിന് മുമ്പിലും അങ്ങനെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ നീതീകരണത്തിലാവരുത്. നിങ്ങൾ പലപ്പോഴും ഈ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ, പിശാച് ബാധിക്കുക, അല്ലെങ്കിൽ ഭൂതങ്ങൾ പുറത്താക്കുക, അല്ലെങ്കിൽ രോഗം സൗഖ്യമുണ്ടാവുക, അത്ഭുത പ്രവൃത്തികൾ നടക്കുക, ഇങ്ങനെയുള്ള ടോപ്പിക്കിലൊക്കെ വരുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷനുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അതോറിറ്റിയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഒരു ഭൂതം കേൾക്കുമോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഒരു രോഗി സൗഖ്യമാവുമോ, ഞാൻ പറഞ്ഞാൽ ഒരു രോഗം, ഒരു അത്ഭുതം നടക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മൾ എല്ലാവരും. ഏകദേശം 99% പേരും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയിൽ നിൽക്കുന്നത്? കാരണം നമ്മുടെ പ്രവൃത്തിയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയിലേക്ക് നോക്കിയാൽ നമ്മൾ കുറവുള്ളവരാണ്, അല്ലേ? അതാണ് ഇവരും ഈ പരിച്ഛേദനക്കാരും പറഞ്ഞു വെക്കുന്നത്. അവരെ കുറ്റപ്പെടുത്തുകയാണ്. നോക്ക്, നിങ്ങൾ പരിച്ഛേദന ഏറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ കുറ്റക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ കുറ്റക്കാരാണ്, നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യതയില്ല, നിങ്ങളിലൂടെ ഇനി അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല എന്നവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് യോഗ്യത ലഭിച്ചത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, യേശുക്രിസ്തു കാൽവറിയിൽ വെച്ച് ചെയ്തതായ ആ പ്രവൃത്തിയിലൂടെ, യേശുക്രിസ്തു മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നതായ ആ നീതീകരണത്തിലൂടെയാണ് നമുക്ക് നീതീകരണം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിശാചിന് മുമ്പിൽ നിൽക്കുവാനും പിതാവാം ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാനും നമുക്ക് ആരുടെ നീതീകരണമാണ് മുറുകെ പിടിക്കേണ്ടത്? യേശുക്രിസ്തുവിൻ്റെ നീതീകരണം. സർവശക്തനായ ആ ദൈവത്തിൻ്റെ പുത്രൻ്റെ നീതീകരണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ നീതീകരണത്താൽ ലഭിച്ചവർക്ക്, ആ നീതീകരണം വിശ്വസിക്കുന്നവർക്ക്, യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണതയേറിയ പ്രവൃത്തിയെ വിശ്വസിക്കുന്നവരാൽ എന്ത് സംഭവിക്കും? അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ചെയ്തതിലും അധികം കാര്യങ്ങൾ ചെയ്യും. എങ്ങനെയാണ് അധികം കാര്യങ്ങൾ ചെയ്യുക? യേശുക്രിസ്തുവിൻ്റെ നീതീകരണമാണ് ഞാൻ പിടിച്ചു വച്ചിരിക്കുന്നത്, അല്ലാതെ എൻ്റെ നീതീകരണമോ എൻ്റെ പ്രവൃത്തിയാലുള്ള നീതീകരണവുമല്ല. അതുകൊണ്ട് തന്നെ ഒരു ഭൂതത്തിനെ ഇറക്കുവാനുള്ള സാഹചര്യത്തിലോ, അല്ലെങ്കിൽ രോഗത്തെ ശാസിക്കാനുള്ള സാഹചര്യത്തിലോ, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോഴോ, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടി അവരെ സ്വതന്ത്രമാക്കി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മടിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഇന്നും നിങ്ങൾ യേശുക്രിസ്തു കാൽവറിയിൽ വെച്ച് തികച്ചതായ ആ നീതീകരണത്തെ പിടിച്ചിട്ടില്ല.
മറിച്ച് നിങ്ങൾ പിടിക്കുന്നത് നിങ്ങളുടെ സ്വയം നീതീകരണത്തെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതായ, നിങ്ങൾ ഇത്രയും കാലം ഇന്നലെ ചെയ്തത്, കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്തത്, വർഷങ്ങളായി മുന്നോട്ട് ചെയ്തതായ ഓരോ പാപങ്ങളെയും എണ്ണി നുറുക്കി നുറുക്കി പിടിച്ച് എണ്ണിപ്പിറക്കി ഇതെല്ലാം നിരത്തി വെച്ചിട്ട്, ദൈവമേ ഇതൊന്നും ഉള്ളതുകൊണ്ട് എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു യോഗ്യതയുമില്ല, കാരണം അവരിൽ നിന്ന് തിരിച്ചടി എനിക്ക് ലഭിക്കുമായിരിക്കും എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നീതീകരണത്തിനാവണം. നമ്മുടെ പാപങ്ങളെ തീർച്ചയായും നമ്മൾ ദൈവത്തോട് ഏറ്റുപറയണം. നമ്മൾ അതിൽ നിന്ന് നീതീകരിക്കപ്പെടണം, അതിൽ നിന്ന് മാറിട്ട് നിൽക്കണം, അതിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടണം. അതേസമയം നമ്മൾ നിൽക്കുന്നതായ ആ അടിസ്ഥാനം എന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിച അല്ലെങ്കിൽ ആ നീതീകരണം എന്ന് പറയുന്നത്, ആ ചെസ്റ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നീതീകരണമാകണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഇത്രത്തോളം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ, എന്തെങ്കിലും കർമ്മമാർഗങ്ങൾ ചെയ്തിട്ടാണോ, അതോ ന്യായപ്രമാണം അനുസരിച്ചിട്ടാണോ, അതോ വിശ്വാസത്തിൻ്റെ സിമ്പിളായിരിക്കുന്ന കേൾവിയാലാണോ? അന്നും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് വചനത്തിൻ്റെ, സുവിശേഷത്തിൻ്റെ സിമ്പിളായിരിക്കുന്ന വളരെ നൈർമല്യമേറിയ ആ വചനങ്ങളാണെങ്കിൽ ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക, അത്ഭുതങ്ങൾ കാണുക. വചനത്തിൻ്റെ, സുവിശേഷത്തിൻ്റെ, യേശുവിൻ്റെ നന്മയെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചുള്ള, യേശുക്രിസ്തു കാൽവരിയെക്കുറിച്ച് തികച്ചതായ പ്രവൃത്തികളെക്കുറിച്ചുള്ള ആ സുവിശേഷം കേൾക്കുമ്പോഴാണ് ഇന്നും അത്ഭുതങ്ങൾ നടക്കുക. അത് നിങ്ങൾ പറയാൻ ശ്രമിച്ചു നോക്കിയേ, അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കിയേ. നൈർമല്യത്തോടുകൂടെ, ഒരു 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 ശുദ്ധ മനസ്സോടുകൂടെ അതിനെ ഒന്ന് ബ്രിങ് ബാക്ക് ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരായിത്തീരും. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, നിങ്ങൾക്ക് മറ്റുള്ളവർക്കും ആ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളിലൂടെ മറ്റുള്ളവർക്കും ലഭിക്കുമെന്നൊക്കെ വേണം നിങ്ങൾ പ്രാപ്തരായിത്തീരും. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ കാര്യം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പിന്നെയും അടുത്ത വാക്യങ്ങൾ പറയുകയാണ്, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാകുന്നു, നെയ്തിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്ന അനുഭവം നോക്കുക. യേശുക്രിസ്തു നമുക്ക് വേണ്ടി, ഇവിടെ ഇംഗ്ലീഷ് വേർഷനൊക്കെ എഴുതിയിരിക്കുന്നത് ഹി ചേഞ്ച്ഡ് ഹിംസെൽഫ്, ഹി ചേഞ്ച്ഡ് ദ പ്ലേസ് ഫോർ അസ്. അല്ലെങ്കിൽ അവൻ നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമ്മൾ എന്ത് ചെയ്യപ്പെട്ടു? നമ്മൾ നീതീകരിക്കപ്പെടുവാനും നമ്മൾ അതിൽ നിന്ന് ശാപത്തിൽ നിന്ന് മുക്തരാകുവാനും ഇടയായിത്തീർന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു. എന്തിൻ്റെ ശാപത്തിൽ നിന്ന്? ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന്. അബ്രാഹാമിക അനുഗ്രഹം യേശുക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന് വിശ്വാസത്തിലൂടെ ആത്മാവെന്ന വാഗ്ദത്തം നാം പ്രാപിക്കേണ്ടതെന്ന് തന്നെ. അവിടെ നോക്കുക, ആത്മാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ആത്മാവിൻ്റെ മുദ്രയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിക്കുക. ഉണ്ടോ? അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന് വിശ്വാസത്തിലൂടെ ആത്മാവെന്ന വാഗ്ദത്തം പ്രാപിക്കേണ്ടതെന്ന് തന്നെ. സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ പതിവുള്ളൊരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യൻ്റെ ഉടമ്പടി ആയിപ്പോയാൽ, അത് ഉറപ്പാക്കി കഴിഞ്ഞാൽ അത് അസാധുവാക്കുവാനും അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനും ആദ്യം ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞ് അബ്രഹാം പറയുന്നതായ അടുത്തൊരു ഒരു അനുഭവമാണ്. അതും ഞാൻ റെക്കോർഡ് ഇടുന്നതായിരിക്കും. തീർച്ചയായും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അതിലൂടെയും ഒന്നും കൂടെ വ്യക്തമായി നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുവാനിടയായി തീർന്നിട്ട് അടുത്ത ദിവസം നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇന്ന് ഈ കേട്ടതായ വചനത്തിലൂടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ച വചനത്തിലൂടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലേക്ക് കടക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യോഗ്യരാക്കപ്പെട്ടത് നമ്മുടെ പ്രവൃത്തിയാലല്ല, കാൽവറി ക്രൂശിൽ വെച്ച് യേശുക്രിസ്തു തികച്ചു സകലതും നിവൃത്തിയായി നീതീകരണത്തിന് ആവശ്യമായിരിക്കുന്നത്, നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായിരിക്കുന്നത്, രോഗസൗഖ്യത്തിന് ആവശ്യമായിരിക്കുന്നത്, സാമ്പത്തിക ഞെരുക്കങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്, നമ്മുടെ നന്മയ്ക്ക് ആവശ്യമായിരിക്കുന്നത്, നമ്മൾ ഇവിടെ ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് മാത്രമല്ല, ഇവിടെ എല്ലാം സന്തോഷകരമായി നമ്മളെ കൊണ്ടുപോയി അനുഗ്രഹിക്കപ്പെട്ടവരായി കൊണ്ടുപോയി നമ്മളെ അക്കരെ കനാലിൽ എത്തിക്കുന്നതിന് വേണ്ടി ആവശ്യമായിരിക്കുന്ന എല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കുക. വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന വാഗ്ദത്ത പ്രകാരം ഞാനും നീതീകരിക്കപ്പെട്ടവനാണ് യേശുക്രിസ്തുവിനാൽ. അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു യേശുക്രിസ്തുവിൻ്റെതായ ആ മുഴുവനാക്കപ്പെട്ട പ്രവൃത്തിയിലൂടെ എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 2, നമ്മുടെ യോഗ്യതകൾ കൊണ്ട് നമുക്ക് പിശാചിന് മുമ്പിലോ പിതാവാം ദൈവത്തിന് മുമ്പിലോ നിൽക്കുവാൻ കഴിയുകയില്ല.
പക്ഷേ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നീതീകരണം പ്രാപിച്ചതുകൊണ്ട് തന്നെ യേശുക്രിസ്തു തൻ്റെ നീതീകരണം നമുക്ക് നൽകുകയും നമ്മുടെ ശാപം അവൻ ഏറ്റെടുക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഏത് സമയത്തും എപ്പോഴും ഏത് സമയത്തും എങ്ങനെയും ഏത് ഏത് നിമിഷവും നമുക്ക് ദൈവികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാണുവാനും അത്ഭുതങ്ങൾ കാണുവാനും നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നമ്മളെ ഉപയോഗിക്കുവാൻ നമ്മളിലൂടെ അത് വ്യാപരിക്കുവാൻ വേണം ദൈവത്തിൻ്റെ ശക്തി നമ്മോട് കൂടെയുണ്ട്. ആ നീതീകരണത്തിൽ വിശ്വസിക്കുക. യേശുക്രിസ്തു ചെയ്തതായ ആ അത്ഭുത പ്രവൃത്തികൾ കാൽവറിയിൽ വെച്ച് തികച്ചതായ ആ പ്രവൃത്തിയിൽ വിശ്വസിക്കുക. അത് വിശ്വസിക്കുക മാത്രമല്ല അതിലാശ്രയിക്കുക. അങ്ങനെ വിശ്വാസത്തോടുകൂടെ കഷ്ടത സഹിക്കുക എന്ന് പറയുന്ന അനുഭവം ദീർഘക്ഷമയോടെ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുക ചെയ്യും. നിങ്ങൾ രോഗസൗഖ്യത്തിനായി നിലനിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും യേശുക്രിസ്തുവിൻ്റെ അടിപ്പിടാൻ ലഭിച്ചിരിക്കുന്ന രോഗസൗഖ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു, അതുകൊണ്ട് നമ്മൾ സമ്പന്നനായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കാണും. കാരണം നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പൂർത്തിയാക്കപ്പെട്ട പ്രവൃത്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ റിലേഷൻഷിപ്പിൽ കുടുംബജീവിതത്തിലും കുടുംബക്കാരുമായുള്ള ബന്ധങ്ങളിലുമൊക്കെ അനുഗ്രഹിക്കപ്പെടും. എന്തുകൊണ്ട്? യേശുക്രിസ്തു കാൽവറിയിൽ വെച്ച് അപ്പനാൽ ഉപേക്ഷിക്കപ്പെട്ടവനായി തീർന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായും ആ കാര്യത്തിൽ നിങ്ങൾ മുൻപന്തിയിൽ വരും. സകല കാര്യത്തിലും സമൃദ്ധിയുള്ളവരായി സംതൃപ്തരായി അനുഗ്രഹിക്കപ്പെടും. ഒരു ജീവിതം ഭൂമിയിലും സ്വർഗത്തിലും നിങ്ങൾക്ക് നൽകി തരുവാൻ ആരുടെ പ്രവൃത്തി മതിയായതാണ്? യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി. കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന ഒരു വാക്കുകളും വേണ്ട. വളരെ നിർമ്മലമായിരിക്കുന്ന സുവിശേഷം യേശുക്രിസ്തു കാൽവറിയിൽ നിവൃത്തിയാക്കപ്പെട്ടു. ആ സുവിശേഷം നിങ്ങൾ കേൾക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കാണും. അതേപോലെ തന്നെ നിങ്ങളിലൂടെ മറ്റുള്ളവരത് കേൾക്കുന്നുവെങ്കിൽ അവരിലേക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. സിമ്പിളായ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന തരത്തിലുള്ളതായ അനുഭവം നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നവന് ഇന്നും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. തലമുറകളോട് മഹത്വം ഉണ്ടാവട്ടെ. അത് കൈനാളുകളിൽ ദൈവത്തിന് മഹത്വം ഉണ്ടായി, അതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെ ഇന്ന് മഹത്വം ഉണ്ടാവണം. വരും തലമുറകൾ നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ ആ ദൈവത്തിന് മഹത്വം ഉണ്ടാവണം. ദൈവം അതിനായി സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ കേൾവിക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അവരെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്താട്ടെ. ദൈവമേ, ഒരിക്കലും ഏത് വിധത്തിലുള്ളതായ അനാവശ്യമായിരിക്കുന്ന സ്വയ നീതീകരണത്തിൻ്റെ മേഖലയിൽ അവർ കിടക്കുന്നുവെങ്കിൽ ആ മേഖലയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണമെന്ന് നിങ്ങൾ അപേക്ഷിക്കുന്നു. അതാണല്ലോ വചനം കേൾവിയിലുള്ളതായ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കർത്താവേ, അവരുടെ കുറവുകൾ പിശാച് ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ, അവർ ന്യായപ്രമാണം ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ, പഴയ നിയമം ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ, അത് എല്ലാം ആ ശാപത്തിൽ നിന്നും ആ അനുഭവത്തിൽ നിന്നും യേശുക്രിസ്തു കാൽവറിയിൽ വെച്ച് എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റതിനാൽ ഞാനതിൽ നിന്ന് മോചിതനായി എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ അതൊന്ന് പുറത്തു വരുവാൻ ദൈവമേ നീ കേൾവിക്കാരായിരിക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമേ. മാത്രമല്ല കർത്താവേ, അവര് തീർച്ചയായും നിർമ്മലമായ സുവിശേഷം കേൾക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ കാണുവാനും വരും ദിവസങ്ങളിൽ അവരിലൂടെ ദൈവമേ അത്ഭുതങ്ങൾ കാണുവാനുള്ള അവസരങ്ങളും സ്വർഗ്ഗം ഒരുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ പ്രകാരം ചെയ്യുന്നതിനാലും വീര്യം പ്രവർത്തിക്കുന്നതിനാലും സ്തോത്രം. അത്ഭുതങ്ങളുടെ നാഥൻ ഇന്നും ഞങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നതിനായ സ്തോത്രം. ഈ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. ഈ പ്രകാരം ചെയ്തിരിക്കാനും വീര്യം പ്രവർത്തിച്ചിരിക്കാനും സ്തോത്രം. ഈ വചന കേൾവിയാൽ നീ എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. അത്ഭുതങ്ങൾ കാണേണ്ടവരുടെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ പൂർത്തീകരണം യേശുക്രിസ്തു കാൽവറിയിൽ വെച്ച് ചെയ്തിട്ടുണ്ട് സഹോദര. യേശുക്രിസ്തു കാൽവറിയിൽ വെച്ച് നിവർത്തിച്ചിട്ടുണ്ട് സഹോദരി. യേശുക്രിസ്തു കാൽവറിയിൽ വെച്ച് നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായിട്ട് വേണ്ടിയത് എല്ലാം ഒരുക്കി തന്നുണ്ട്. അവൻ നമുക്ക് നമ്മൾ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകി തന്നിട്ടുണ്ട്. വിശ്വസിക്കുക, വിശ്വാസത്താൽ കഷ്ടത സഹിക്കുക, വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുക, ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. അത്ഭുതങ്ങൾ നിങ്ങൾ കാണും, അടയാളങ്ങൾ നിങ്ങൾ കാണും, വിടുതലുകൾ നിങ്ങൾ കാണും. ഈ ലോകത്തിലും അനുഗ്രഹങ്ങളും വരുവാനുള്ള ലോകത്തിലും അനുഗ്രഹങ്ങളും ചെയ്യുവാനൊക്കെ വേണം. ദൈവം നിങ്ങളെ ശക്തനായ ദൈവമാണ്. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ,
നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കണം. ഒരു പ്രവൃത്തിയിലൂടെയല്ല, എൻ്റെ പ്രവൃത്തിയാലുള്ള നീതീകരണത്താലല്ല. ദൈവമേ, നിന്റെ പ്രവൃത്തിയിലുള്ള വിശ്വാസത്താൽ തന്നെ ഞാൻ ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു, നാളെയും ജീവിക്കും. ആമേൻ. ഇനിയും എന്നും 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 ജീവിക്കുമെന്നുള്ളതായ ആ അനുഭവത്തിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പാരം തരണമേ. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ വളരെ പക്വതയോടുകൂടെ ഞങ്ങളുടെ നിലനിൽപ്പ് നോക്കിക്കൊണ്ട് അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ. അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നവരെ ആരും നീ വീഴുവാൻ സമ്മതിക്കുകയില്ല. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ നീ സമ്മതിക്കാത്ത ദൈവമാണ്. ഞങ്ങളെ നീതീകരിച്ചതിൻ്റെ മഹാകൃപകൾക്കായി സ്തോത്രം. യേശുവേ കർത്താവേ, പിതാവേ നിന്റെ പദ്ധതികൾക്കായി സ്തോത്രം. യേശുവേ നിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവേ നിന്റെ സംസാരത്തിനായി, നിന്റെ മിനിസ്ട്രിക്കായി, നിന്റെ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. യേശു നാം അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം എന്നുള്ള പിതാവേ. ആമേൻ. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.